കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. മലയോര ഹൈവേ നിർമ്മാണം ചോക്കാട് ടൗണിൽ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമകളുടെ വാദം തെറ്റെന്ന് സംയുക്ത ഡ്രൈവേഴ്സ് കൂട്ടായ്മ. കെട്ടിടമുടമകൾ സമ്മതപത്രം നൽകി റോഡ് പ്രവൃത്തി തുടങ്ങാൻ അനുവദിക്കണമെന്നും ചോക്കാടിലെ ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. ചോക്കാട് ടൗണിൽ 12 മീറ്ററിൽ നവീകരണ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് നിലവിലെ പൊതുമരാമത്ത് നിർമ്മിച്ച ഡ്രൈനേജ് പൊളിക്കാൻ പറ്റില്ലെന്നും അത് തങ്ങളുടെ ഭൂമിയിലാണെന്ന് അവകാശവാദമുയർത്തി പണി തടസ്സപ്പെടുത്തിയത് ഒരു വിഭാഗം കെട്ടിട ഉടമകളാണ്. 12 മീറ്ററിൽ കുറവുള്ള സ്ഥലം കെട്ടിട ഉടമകൾ വിട്ടു നൽകാമെന്ന് AP അനിൽകുമാർ MLA സാന്നിധ്യത്തിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ ഉറപ്പു നൽകിയിട്ടാണ് റോഡ് പണി ആരംഭിച്ചത്. എന്നാൽ കെട്ടിട ഉടമകൾക്കിടയിലെ ഭിന്നത മൂലമാണ് ആ തീരുമാനത്തിന് വിരുദ്ധമായി ചില ഉടമകൾ പണി തടസ്സപ്പെടുത്തിയത്. പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി പ്രവൃത്തി പുനരാരംഭിക്കാൻ കെട്ടിട ഉടമകൾ സമ്മതപത്രം നൽകാത്തതാണ് നിലവിലെ പ്രശ്നം. കുറവുള്ള ഭൂമി വിട്ടു നൽകാമെന്ന് പരസ്യമായി പറയുകയും എന്നാൽ വിട്ടു നൽകി എന്ന് സമ്മതപത്രം നൽകില്ല എന്ന് പറയുന്നത് മുടന്തൻ ന്യായമാണ്. റോഡ് പണി തടസ്സപ്പെട്ടത് പൊതുജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള കെട്ടിട ഉടമകളുടെ നീക്കം പ്രതിഷേധാർഹമാണെന്നും ചോക്കാട് സംയുക്ത ഡ്രൈവേഴ്സ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. മലയോര ഹൈവേയുടെ നിർമ്മാണം ചോക്കാട് ടൗണിൽ തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചോക്കാടിലെ കെട്ടിട ഉടമകളുടെ സംഘടനകളുടെ ഒരു പത്രപ്രസ്താവനയും വാർത്തകളും കേട്ടു. അതിലവർ പറയണത് നിലവിലെ പണി തടസ്സപ്പെടാൻ കാരണം കെട്ടിട ഉടമകളല്ലെന്നും ഈ നാട്ടിലെ പൊതുജനങ്ങളും ഡ്രൈവർമാരടക്കമുള്ള ആളുകളാണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 12 മീറ്ററിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ സർവകക്ഷി യോഗം തീരുമാനിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ പണി ആരംഭിച്ചു. ആദ്യത്തെ ദിവസം മുഴുവൻ ഈ സ്ഥലത്തുള്ള ഡ്രെയിനേജൊക്കെ കാണാം പൊളിച്ച് പോയി. രണ്ടാമത്തെ ദിവസം ഒരു കെട്ടിട ഉടമേൻ്റെ അവിടെ എത്തിയപ്പോൾ ആ കെട്ടിട ഉടമയാണ് ഡ്രെയിനേജ് പൊളിക്കാൻ പറ്റില്ല എന്നും അത് ഞങ്ങളുടെ സ്ഥലത്താണ് എന്നുള്ള തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് പണി തടസ്സപ്പെടുത്തിയത്, അല്ലാതെ ഇവിടെ നാട്ടുകാരല്ല. അപ്പോൾ കെട്ടിട ഉടമകൾ സമ്മതിച്ച് തുടങ്ങിയ പണി അവരെന്നെ തമ്മിൽ അവരുടെ ഇടയിലുള്ള ഇത് പ്രശ്നത്തിൻ്റെ കാരണമാണ് അത് മുടങ്ങിയിട്ടുള്ളത്. ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ഈ നാട്ടിലെ ജനങ്ങളെ പരിഹസിക്കലുമാണ്. അപ്പോൾ നമുക്ക് ഈ കെട്ടിട ഉടമകളോട് നമുക്ക് പറയാനുള്ളത് ഈ വാശിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു കെട്ടിട ഉടമകൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പണിക്ക് തടസ്സമല്ല, സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നാണ്. സ്ഥലം വിട്ടുകൊടുക്കാൻ മാനസികമായി ഇവർ തയ്യാറാണെങ്കിൽ ഒരു സമ്മതപത്രം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ പണി തുടങ്ങും. അതിനുള്ള പ്രശ്നം ഇവിടെയുള്ളൂ. ഇവർ അത് ചെയ്യാതെ ഈ ഒരു ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുക, ഒരു തലക്ക് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും എന്നാൽ സമ്മതപത്രം കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യണത്. അപ്പോൾ അവർ ഈ ഒരു സമ്മതപത്രം കൊടുത്തുകൊണ്ട് ഈ റോഡ് പണി തുടങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സൊസൈറ്റി പണി അവസാനിപ്പിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ഈ ബിൽഡിംഗ് ഓണേഴ്സ് അല്ല ഇത് തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ വരുത്തി തീർക്കാൻ വേണ്ടി അവർ നടത്തിയൊരു പത്രസമ്മേളനം മാത്രമാണത്. ഇവിടെ യഥാർത്ഥം ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഇവർ ഭൂമി വിട്ടുകൊടുക്കായിട്ടും ആ വിട്ടുകൊടുക്കുന്ന ഭൂമിക്ക് രേഖാമൂലം അവർ ഒപ്പിട്ട് കൊടുക്കാത്തതിൻ്റെ കാരണത്താൽ മാത്രമാണ് ഇപ്പോൾ ഈ റോഡ് ഇവിടെ തടസ്സപ്പെട്ട് കിടക്കുന്നത്. കെട്ടിട ഉടമകളുടെ പിന്തിരിപ്പൻ നിലപാടിനെതിരെ പ്രതികരിക്കാനും രംഗത്ത് വരാനും ചോക്കാടിലെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം. പൊതുമരാമത്ത് നിർമ്മിച്ച അഴുക്കുചാൽ ഉൾപ്പെടെ സ്വന്തമാക്കാനുള്ള ചില കെട്ടിട ഉടമകളുടെ നീക്കം ചെറുക്കാൻ പൊതുജനങ്ങൾ രംഗത്ത് വരണമെന്നും ചോക്കാടിലെ ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. ഡ്രൈവേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് P. അഭിലാഷ്, സെക്രട്ടറി T. അബ്ദുൽ നാസർ, T. ബാലകൃഷ്ണൻ, K. ജംഷീർ ബാബു, K. അനീസ്, K. T. റസാഖ്, C. ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.